ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അമ്മുവിന്റെയും ഹരിയുടെയും വിവാഹം മുന്നോട്ട് അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. പെണ്ണിന്റെ വീട് കാണലും ചെക്കന്റെ വീട് കാണലും ഒക്കെ കല്യാണത്തിന്റെ തിരക്കിലേക്കായി രണ്ടു കുടുംബവും. അതിനിടയിൽ കല്യാണം മുന്നോട്ട് പോകുന്നത് കണ്ട് ഹരി അമ്മുവിനെ കാണാൻ വന്നിരുന്നു. അവളുടെ മനസ്സറിയാൻ അന്ന് ഹരി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളുടെ മനസ്സിലുള്ളതൊക്കെയും അവനോട് തുറന്നു പറഞ്ഞു. അമ്മ അവൾക്ക് നിശാന്തിനെയായിരുന്നു ഇഷ്ടമെന്നും തനിക്ക് മാത്രമേ ആ ഇഷ്ടമുണ്ടായിരുന്നുള്ളെന്നും നിശാന്ത് പറഞ്ഞ കാര്യവും അമ്മ ഹരിയോട് പറഞ്ഞു. ഹരിയേട്ടൻ എനിക്ക് കുറച്ച് സമയം തരണം എന്നമ്മ ചോദിച്ചപ്പോൾ, എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ, നീ എനിക്ക് സ്വന്തമായാൽ മതിയെന്ന് ഹരി നിറഞ്ഞ ചിരിയോടെ അവളോട് പറഞ്ഞു. അപ്പോ എന്റെ പെണ്ണായി വരാൻ തയ്യാറല്ലേ? ഹരിയുടെ ചോദ്യത്തിന് അമ്മുവിന്റെ മറുപടി നാണത്തിൽ ചാലിച്ചൊരു ചിരിയായിരുന്നു. രണ്ടു വീട്ടുകാരെ നിർബന്ധം മാനിച്ച് നിശ്ചയമില്ലാതെ കല്യാണമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അജുവും നീലമയും കല്യാണത്തിന് ഒരാഴ്ച ലീവ് എടുത്താണ് വരുന്നത്. നീലമയും അജുവും വന്നിട്ട് വിവാഹ വസ്ത്രം സ്വർണവും എടുക്കും എന്ന് അമ്മുവിന്റെ നിർബന്ധത്തിൽ തന്നെ എല്ലാരും വഴങ്ങി. അവര് കുഞ്ഞിലെ മുതലുള്ള കൂട്ടലെ. അപ്പൊ അതൊക്കെ അജുവും അമ്മുവും വന്നിട്ട് മതിയെന്ന് എല്ലാരും കൂടി തീരുമാനമെടുത്തു. ഇനി വിവാഹത്തിന് 2 ആഴ്ച തികച്ചില്ല. രണ്ടു വീട്ടിലും കല്യാണ വിളി തകർത്തിയായി നടക്കുന്നുണ്ട്. ഗൗരിക്ക് ഇത് 5-ാം മാസമാണ്. അംബികയ്ക്ക് അമ്മു നിശാന്തിന്റെ തലയിൽ ആയില്ല എന്നൊരു സന്തോഷം കൂടിയുണ്ട്. പിന്നെ ഗൗരിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ അംബികയ്ക്ക് പറ്റിയിട്ടില്ല. എന്തോ മുന്നത്തെ പോലെ ഗൗരിയോടൊന്നും പറയാനും പറ്റുന്നില്ല. അവള് താൻ കൊടുക്കുന്നതൊന്നും കുടിക്കുന്നതുമില്ല. സുഭദ്രയും ശിവരാമനും ആനന്ദനും പിന്നെ ഒന്നിനും സമയമില്ല. ഹരിയുടെ വീട്ടുകാരുടെ നിർബന്ധമാണ് വേഗം കല്യാണം നടത്തണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാരും കല്യാണ തിരക്കിലാണ്. ആനന്ദിന്റെ കൂടെ തന്റെ കല്യാണത്തിന് ഓടി നടക്കുന്ന നിശാന്തിനെ കാണുമ്പോൾ ഒരു വേദന അമ്മുവിന് വരാറുണ്ട്. അപ്പോഴേക്കും ഹരിയുടെ മുഖം ഓർത്തെടുക്കാൻ അമ്മു ശ്രമിക്കാറുമുണ്ട്. കുഞ്ഞേട്ടനെയും വാവയുടെയും പിണക്കം ഒരു മാറ്റമില്ലാതെ തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ വാശി മൊത്തം കുഞ്ഞേട്ടനാണെന്ന് മാത്രം. നിശാന്തിന്റെയും നീലമയുടെയും ഇടയിൽ കിടന്ന് പെട്ടുപോകുന്നത് ആനന്ദനാണ്. അജുവും നീലമയും കല്യാണം നല്ല രീതിയിൽ കൂടാൻ വേണ്ടി പിന്നെ ലീവൊന്നും എടുത്തതേയില്ല. കല്യാണത്തിന് കുഞ്ഞു കുഞ്ഞു ചടങ്ങിനൊന്നും അജുവിനും നീലമയ്ക്കും വരാൻ കഴിഞ്ഞില്ല. കല്യാണത്തിന് 3 ദിവസം ബാക്കി നിൽക്കെയാണ് അജു വരുന്നത്. മുറ്റത്ത് പന്തൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ വരവ്. മുറ്റത്തിന് നിതിനും നിശാന്തും ആനന്ദനും വിഷ്ണുവും അമലും ഒക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അവനെ കണ്ടതിന്റെ ഒരു അന്താളിപ്പിലാണ്. കാരണം അവന് ലീവില്ല, നാളെ വൈകിട്ടേ വരാൻ പറ്റുമെന്നാണ് അജു എല്ലാവരോടും പറഞ്ഞിരുന്നത്. എടാ, നീ നാളെ വരുമെന്ന് പറഞ്ഞിട്ട്? ആനന്ദൻ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണ്. അവനും ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. ആനന്ദനെ ചേർത്ത് പിടിച്ച്, എന്താപ്പോ ഒരു സങ്കടം? പൊണ്ടാട്ടി വരാത്തോണ്ടാണോ? ആനന്ദന്റെ കാതിൽ രഹസ്യം പോലെ അജു ചോദിച്ചു. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ? ആനന്ദൻ കളിയെ അജുവിന്റെ തോളിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. ചെലെ അച്ഛനും അമ്മയും അമ്മ ഒക്കെ നിന്നെ നോക്കിയിരിക്കുക. ആനന്ദൻ പറഞ്ഞതും അജു ആനന്ദിന്റെ കവളിൽ പിടിച്ചു വലിച്ചുണ്ടാകത്തേക്ക് നടന്നു. പോകുന്ന വഴിയിൽ നിതിനോടും നിശാന്തിനോടും വിഷ്ണുവിനോടും അമലിനോടും ഒക്കെ തമാശ പറഞ്ഞിട്ടാണ് അജു അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറും ആരോ കാറ്റ് പോലെ വന്ന് തന്നെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. കുറച്ചു നേരം എടുത്തു എന്താ സംഭവിച്ചെന്ന് അജുവിന് മനസ്സിലാവാൻ. ആരാണെന്ന് മനസ്സിലായതും അജു അമ്മുവിനെ അതുപോലെ തന്നെ പൊതിഞ്ഞു പിടിച്ചു. ഇപ്പോഴാണോടാ വരാൻ തോന്നിയത്? അമ്മു അജുവിന്റെ നെഞ്ചിലും കയ്യിലും ഒക്കെ അടിച്ചുകൊണ്ട് ചോദിച്ചു. എടി പെണ്ണേ, എങ്ങനെ അടിക്കാതെ? ലീവ് കിട്ടഞ്ഞിട്ടല്ലേ? അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചോണ്ട് അജു പറഞ്ഞു. നിനക്ക് രണ്ടിനും മാത്രമേ ഉള്ളൂ തിരക്ക്. എന്റെ കാര്യം വരുമ്പോ അല്ലേലും അങ്ങനെ തന്നെയാണ്. അമ്മ പരിഭവത്തോടെ പറയുമ്പോൾ അജു അവളെയും എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു. അവരുടെ സ്നേഹം കണ്ടുകൊണ്ട് നിന്ന സുഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുകൾ തുടച്ചു നോക്കിയത് ശിവരാമനെയും. എന്താടോ, എന്തിനാ കരയുന്നത്? നമ്മുടെ മക്കളുടെ സ്നേഹം കണ്ടപ്പോ കണ്ണു നിറഞ്ഞു പോയതാണ്. സുഭദ്ര ചെറു ചിരിയോടെ പറഞ്ഞു. ശരി, അജു വന്നു തരയുള്ളൂ. അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ നോക്കു നീ. അത് കഴിഞ്ഞ് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അത്രയും പറഞ്ഞിട്ട് പോകുന്ന ഭർത്താവിനെ ചെറു ചിരിയോടെ നോക്കിയിരുന്നു സുഭദ്ര. അവനോട് സ്നേഹമുണ്ട്, എന്നാൽ അതൊട്ട് പുറത്തേക്ക് കാണിക്കയില്ല. എന്താ സുഭദ്രേ, നീ ഒറ്റയ്ക്ക് ചിരിക്കുന്നത്? അംബികമ്മ സുഭദ്രയുടെ അടുത്തേക്ക് വന്നോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല അംബികെ, ഇവിടുത്തെ അച്ഛന്റെയും മക്കളുടെയും കാര്യം ഓർത്ത് ചിരിച്ചതാണ്. അല്ല, ഇതാരാ ഈ കുട്ടി? അംബികമ്മയുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടുകൊണ്ട് സുഭദ്ര ചോദിച്ചു. ആ സുഭദ്ര, ഇത് എന്റെ കൂട്ടുകാരിയെ ദേവകിയുടെ മോളാണ് വൃന്ദ. എന്നെ ഒന്ന് കാണാൻ വന്നതാ മോള്. അപ്പോഴാണ് ഞാൻ ഇവിടെയാണെന്ന് നിതിൻ പറഞ്ഞത്. ആ അപ്പൊ മോൾ ആദ്യം അവിടേക്കാണോ വന്നത്? സുഭദ്ര ചിരിയോടെ വൃന്ദയോട് ചോദിച്ചു. അതെ ആന്റി. അപ്പോ നിതിനേട്ടൻ പറഞ്ഞു അംബികമ്മ ഇവിടെയാണെന്ന്. നിതിനേട്ടനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും. താങ്കളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഗൗരിയെ കണ്ടുകൊണ്ട് വൃന്ദ പറഞ്ഞു. വൃന്ദ പറയുന്ന കേട്ടിട്ടും ഗൗരിക്ക് വലിയ കുലുക്കമൊന്നുമില്ല. അത് കണ്ടപ്പോ അംബികമ്മയുടെയും വൃന്ദയുടെയും മുഖം ഒന്ന് മാറി. എന്താ മോളെ, കുറവുണ്ടോ ഗൗരി? അടുത്തേക്ക് വന്നതും സുഭദ്ര ചോദിച്ചു. ആ കുറവുണ്ടപ്പേ. അല്ല, ഇവൾക്ക് എന്ത് പറ്റി അംബികമ്മ?
ഗൗരിയെ നോക്കിക്കൊണ്ട് സുഭദ്രയോട് തിരക്കി. മോൾക്ക് നേരത്തെ ചെറുതയിന്ന് തല കറങ്ങി വന്നു. അന്നേരം ഞാൻ പറഞ്ഞപ്പോ ഇച്ചിരി നേരം കിടന്നോളാൻ. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോടോ? വൃന്ദ സ്നേഹത്തോടെ ഗൗരിയുടെ കവിൾ തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവളുടെ കൈ തന്റെ കവിളിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് ഗൗരി പറഞ്ഞു. അവളെ ആ പ്രവൃത്തി വൃന്ദയ്ക്ക് എന്നുള്ള രീതിയിൽ കൊണ്ടു. വൃന്ദ പല്ല് കടിച്ചു പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ഞാൻ അമ്മുവിന്റെ അടുത്ത് കാണും അപ്പേ, ഗൗരി പറഞ്ഞുകൊണ്ട് അവിടേക്ക് നടന്നു. എന്നെ ഇഷ്ടമായിരുന്നു തോന്നുന്നു നിതിനേട്ടന്റെ പെണ്ണിന്. വൃന്ദ സങ്കടം മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, അതൊരു പാവം കുഞ്ഞാ മോളെ. ഇപ്പോ പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് ഇത്രയും വാശിയും ദേഷ്യവും ഒക്കെ. മോളിരിക്കെ, ആന്റി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത്രയും പറഞ്ഞിട്ട് സുഭദ്ര അടുക്കളയിലേക്ക് നടന്നു. അവൾക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? ഇനി അവൾക്ക് വല്ലതും അറിയോ അംബികമ്മ? അമ്മു നീതുവിനോട് സംസാരിക്കുന്നതിനെ അവൾ കേട്ട് കാണുമോ? വൃന്ദ ടെൻഷനോടെ അവരോട് ചോദിച്ചു. ഏയ്, അവൾ കേൾക്കാൻ ചാൻസ് ഒന്നുമില്ല. അവൾക്ക് വയ്യാത്ത തന്നെ കാര്യം. മോൾ ഇങ്ങനെ മാറി നിൽക്കാതെ നിതിനോട് എന്തെങ്കിലും നമുക്ക് ചോദിച്ചും പറഞ്ഞുമൊക്കെ നിൽക്ക്. അവളെ നമുക്ക് ഈ കല്യാണം കഴിയുമ്പോൾ ഒഴിവാക്കണം. അതിന് നിതിനോട് അവൾക്ക് സംശയം വരണം. അങ്ങനെ വരാനാണ് ഞാൻ മോളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതൊക്കെ എനിക്ക് വിട്ടേക്ക് അംബികാമേ. അവളെ ഇവിടുന്ന് ഒഴിവാക്കി അവളെ സ്ഥാനത്ത് ഞാൻ നിതിനേട്ടന്റെ ഭാര്യയാകും. അതിനൊരുപാട് കാലതാമസമൊന്നും വരില്ല. വൃന്ദ എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ച പോലെ ക്രൂരമായൊരു ചിരിയോടെ പറഞ്ഞു. ആ ചിരിയിലേക്ക് അംബികമ്മയും പങ്കുചേർന്നു. ഗൗരി അമ്മുവിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അജുവിന്റെ തോളിൽ തല ചായച്ചു വെച്ച് നിശാന്തിന്റെ കാര്യം പറയുകയാണ്. അവരും അവളെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഗൗരിയെ കണ്ടതും അജു അവളെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ പോയപ്പോ എന്തൊക്കെയാണ് അടുത്തൂടെ സംഭവിച്ചത്? ഗൗരി അതിന് അജുവിനെ നോക്കി നിന്ന് ചിരിച്ചതേയുള്ളൂ. അവളുടെ മനസ്സ് മൊത്തം വൃന്ദയിലായിരുന്നു. അവളുടെ ഈ വരവിൽ എന്തോ പന്തികളുണ്ട്, താൻ സൂക്ഷിക്കണം. എന്താ ഏട്ടത്തി ചിന്തിക്കുന്നത്? അജുവിന്റെ ചോദ്യമാണ് ഗൗരി ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ഒന്നുമില്ല അജു, ഞാൻ ചുമ്മാ ഓരോന്നും ആലോചിച്ചിരുന്നാണ്. ഗൗരി ചിരിയോടെ പറഞ്ഞു. എന്നാൽ ഞാൻ പോയി ഇന്ന് ഫ്രഷ് ആയി വരാം, നിങ്ങൾ സംസാരിച്ചിരിക്കെ. അതും പറഞ്ഞ് അജു പുറത്തേക്ക് പോയി. അജു പോയതും അമ്മ ഗൗരിയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഗൗരി തനിക്ക് പ്രശ്നമൊന്നുമില്ല, ചെറുതായി തല ചുറ്റുന്ന പോലെ തോന്നും. അവളൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് ഗൗരി കട്ടിലേക്ക് കയറി കിടന്നു. അമ്മവും ഗൗരിക്ക് വയ്യാത്തത് കൊണ്ടാണെന്ന് കിടക്കുന്നെന്ന് കരുതി അവൾ കിടന്നോട്ടെ എന്നും കരുതി റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. അമ്മ പോയതും ഗൗരി പതിയെ വയറിൽ കൈ താങ്ങി എഴുന്നേറ്റിരുന്നു. പിന്നെ പതിയെ ആ ചെറുതായി വീർത്ത വയറിൽ തലോടി. അമ്മു ആന്റിയോട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല വാവേ, അവൾക്ക് സന്തോഷം കിട്ടേണ്ട സമയല്ലേ ഇത്. അപ്പോ അമ്മ ഇത് അമ്മു ആന്റിയോട് പറഞ്ഞ ആന്റി ടെൻഷൻ അടിച്ച് നടക്കും. അത് വേണ്ട, അവളെ സന്തോഷം കളയണ്ട. അമ്മ നോക്കിക്കോളാം എന്റെ പൊന്നിനെ. അവരുടെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല. ഗൗരി വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ പതിയെ കട്ടിലേക്ക് കിടന്നു. അജു വന്നതോടെ അവന്റെ ഫ്രണ്ട്സും മന്ദനും നിശാന്തിന്റെയും ഫ്രണ്ട്സും ഒക്കെ ആകപ്പാടെ ബഹളമായി. വൈകിട്ടായപ്പോഴേക്കും പാട്ടും ഡാൻസും ഒക്കെ തകർക്കുവാണ് എല്ലാവരും. വൃന്ദ നിതിനോട് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. അവൻ പോകുന്നിടത്തെല്ലാം അവളും വാല് പോലെ പോകുന്നുണ്ട്. നേരത്തെ ഗൗരിയേട്ടത്തിന്റെ മുഖത്തിന്റെ വാട്ടം വൃന്ദയാണെന്ന് അമ്മുവിന് മനസ്സിലായി. അമ്മുവും വലിയ അടുപ്പൊന്നും അവളോട് കാണിച്ചില്ല. ആനന്ദനാണെങ്കിൽ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അത് നിശാന്ത് ഉൾപ്പെടെ ആനന്ദനെ കളിയാക്കുന്നുണ്ട്. അനന്തൻ അവരിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് അവന്റെ റൂമിലേക്ക് വന്നു. ടേബിളിൽ നിന്ന് നീലിമയുടെയും തന്റെയും കല്യാണ ഫോട്ടോ കയ്യിലേക്ക് എടുത്തു അനന്തൻ. എന്നിട്ട് നീലിമയുടെ മുഖത്തിലൂടെ വിരലുകൾ ഒഴിച്ചു. നീ ഇല്ലാത്ത ഒരുപാട് പരിപാടികൾ ഈ വീട്ടിലും നിന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും തോന്നാത്ത ഒരുതരം വെപ്രാളം എന്നിലിപ്പോ ഉണ്ടാകുന്നു നീലു. നീ ഇല്ലാതെ ഈ റൂമിൽ പോലും കയറാൻ തോന്നുന്നില്ല പെണ്ണേ. എന്നാ പെണ്ണേ, നമുക്കായി നമ്മളൊന്ന് ജീവിച്ചു തുടങ്ങുന്നത്. നീലുവിന്റെ മുഖത്തൊരു ഉമ്മ കൊഴുത്തോണ്ട് ചോദിച്ചതും പുറകിൽ നിന്ന് അജുവിന്റെ കളിയാക്കി ചിരിക്കെട്ട് അനന്തൻ ഫോട്ടോ ടേബിളിലേക്ക് തന്നെ വെച്ചിട്ട് അവനെ നോക്കി. അജുവാണെങ്കിൽ അനന്തനെ നോക്കി നല്ലതുപോലെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. എന്താടാ ഒരാക്കി ചിരി? ആനന്ദൻ കലിപ്പോടെ ചോദിച്ചതും അജു അവന് ആനന്ദന്റെ കവിളൊരു ഉമ്മ കൊടുത്തിട്ട് ഓടിക്കളഞ്ഞു. അനന്തൻ ഒരു നിമിഷം പകച്ചെന്ന് പോയി. പിന്നെ ചെറു ചിരിയോടെ അജു ഉമ്മ വെച്ച കവിളിൽ കൈ ചേർത്ത് വെച്ചു. പിന്നെ ചിരിയോടെ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. നീ എന്താ പാത്തു വരുന്നില്ലെന്ന് പറഞ്ഞത്? അമ്മ നിന്നെ വിളിച്ചതല്ലേ? നീലിമ അവളുടെ ബാഗ് റെഡിയാക്കിനിടയിൽ ബെഡിൽ കിടക്കുന്ന പാത്തുവിനോട് തിരക്കി. എന്നോട് പോകണ്ടെന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു നീലിച്ചേച്ചി. പാത്തു വിഷമത്തോടെ പറഞ്ഞു. അതെന്താ പോകണ്ടെന്ന് പറഞ്ഞത്? നീലിമ പാത്തുവിന്റെ അടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു. എനിക്കറിയില്ല നീലിവേച്ചി, ഉമ്മ രാവിലെ വിളിച്ചിരുന്നു, പോകണ്ടെന്ന് പറഞ്ഞു. പാത്തു നീലിവിന് മുഖം കൊടുക്കാതെ പറഞ്ഞു. ഞാൻ വേണ്ടത് നിന്റെ ബാപ്പനെ വിളിച്ചു നോക്കാം. നീ ഇല്ലാതെ ഒരു രസമില്ല പെണ്ണെ. നീലിമ പാത്തുവിന്റെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വാ, വെറുതെ ബാപ്പയെ വിളിക്കണ്ട. പാത്തു പറഞ്ഞതും പിന്നെ നീലിമ ഒന്നും മിണ്ടാൻ പോയില്ല. എന്ത് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് അവൾക്കും തോന്നി. പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല നീലിമ. രേവതി വന്നപ്പോൾ അവളുടെ കൂടെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു നീലിമ. അപ്പോഴും എന്തോ ചിന്തയിലിരിക്കുന്ന പാത്തുവിലായിരുന്നു നീലിമയുടെ കണ്ണ്. അജു വന്നില്ലേ നീലു? എത്ര മണിക്കാ നിങ്ങളുടെ ബസ്? കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നിടയിൽ രേവതി ചോദിച്ചു. അവള് വീട്ടിലേക്ക് ഒന്ന് പോയി ബസ് സ്റ്റാൻഡിൽ വരും.
12 മണിക്കാടി, അതാകുമ്പോൾ നാളെ രാവിലെ അങ്ങ് ചെല്ലുകയും ചെയ്യും. നിനക്ക് വരാമായിരുന്നു. നീലിമ രേവതി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ പറയുന്ന അമ്മുവിനെ എനിക്കറിയുക പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ വരുന്നത്? നിന്റെ ഏട്ടന്റെ കല്യാണം ആകട്ടെ, അതാകുമ്പോ എനിക്ക് ആളെ കണ്ടുള്ള പരിചയമെങ്കിലും ഉണ്ട്. അയ്യേ, അതാണോ നീ വരാതിരുന്നത്? അവളെ നീ ഫോണിൽ കൂടെ കാണുകയും ഞാൻ വിളിക്കുമ്പോൾ സംസാരിക്കുന്നല്ലേ, പിന്നെന്താ? അതൊക്കെ ശരിയാ, എന്തായാലും വേണം. രേവതി ഒരു വളിച്ച് ചിരിയോടെ പറഞ്ഞു. അല്ല നീലു, നീ എങ്ങനെ പോകും? രാത്രി രേവതി ടെൻഷനോട് ചോദിച്ചു. നീ ടെൻഷൻ അടിക്കേണ്ട പെണ്ണെ, അപ്പുറത്തെ റൂമിലെ കീർത്തി എന്നെ ബസ് സ്റ്റാൻഡിലാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അവൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുമോ? രേവതി ആദ്യോടെ ചോദിച്ചു. രേവതിക്ക് രാത്രിയിലല്ല പകൽ തന്നെ ആരും ഇല്ലാത്ത റോഡിൽ കൂടെ നടക്കാൻ തന്നെ പേടിയാണ്. അതാ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ. നിനക്ക് പേടിയാണെന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ ആകണമെന്നുണ്ടോ? നീലിമ ഒരു കളിയാക്കിലോടെ പറഞ്ഞു. ഓ, നിനക്ക് ഭയങ്കര ധൈര്യമാണല്ലോ. അതും പറഞ്ഞ് രേവതി ബാത്റൂമിലേക്ക് നടന്നു. അല്ല നീലു, ഈ പാത്തുവിന് എന്തോ പറ്റി? നമ്മൾ എത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടുന്നില്ലല്ലോ. സാധാരണ അങ്ങനെയല്ലല്ലോ. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കയറി സംസാരിക്കുന്ന ആളാണല്ലോ. രേവതി പാത്തുവിനെ നോക്കി ചോദിച്ചു. ആ, അവൾക്ക് എന്നാ പറ്റിയെന്ന് ആർക്കറിയാം. ഞങ്ങളുടെ കൂടെയും അവൾ വരുന്നില്ല, വീട്ടിൽ വിടുന്നില്ലെന്ന്. ചിലപ്പോ അതിന്റെ വിഷമായിരിക്കും. നീലിമ പാത്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആണോടി? സത്യത്തിൽ നിങ്ങൾ പോകുമ്പോ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കിടന്ന മടുത്തു ഞാൻ. ഇതാ നീയും പോകുമെന്ന ഞാൻ കരുതിയത്. ഇപ്പൊ സമാധാനമായി. അതും പറഞ്ഞ് രേവതി കുളിക്കാൻ കയറി. രേവതിയും പാത്തുവിനോട് അത്രയും പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ എന്തോ ആലോചന ഇരിക്കുവാണ് പാത്തു. നീലിമ പാത്തുവിനെ ഒന്നുകൂടെ നോക്കിയിട്ട് ഫോണും എടുത്തുകൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി. ആനന്ദൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അവന്റെ ഫോൺ അടിക്കുന്നത്. അവൻ ഓടി വന്ന് എടുത്തപ്പോഴേക്കും അത് കട്ടായിരുന്നു. നീലിമയാണെന്ന് അവൻ അറിയാമായിരുന്നു. ഒരു ചീറ്റയോടെ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതും അതിലേക്ക് പിന്നെയും നീലിമയുടെ കോൾ വന്നിരുന്നു. എവിടെ പോയതാ? അവിടെ തിരക്കിലാണോ? ആനന്ദൻ ഫോൺ എടുത്തത് നീലിമ ചോദിച്ചു. തിരക്കായിരുന്നു, കുറച്ച് ഒതുങ്ങിയപ്പോ കുളിക്കാൻ വന്നതാ ഞാൻ. സത്യത്തിൽ നിന്നെ ഒരുപാട് മിസ് ചെയ്തു പെണേ, ആനന്ദൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞു. എന്റെ മഹാദേവ, എന്നെ കണ്ടൽ കടിച്ചു കയറാൻ നിന്നിരുന്ന ആളാണോ ഈ പറയുന്നത്? ഉള്ളിൽ അവന്റെ വാക്ക് കേട്ട് ഒന്ന് കുളിർന്നെങ്കിലും നീലിമ അവനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. നിന്നോട് പറയുമെന്നാ എന്നെ പറഞ്ഞാ മതിയല്ലോ. അന്ന് നീ എന്റെ ഭാര്യയല്ലായിരുന്നു, ഇപ്പൊ നീ എന്റെ ഭാര്യയാണ്. അന്ന് ഞാൻ മനസ്സിലാക്കിയ നീലിയല്ല ഇപ്പൊ എന്റെ നീലു. ഈ നീലുവിനെ ഞാൻ എപ്പോ എന്റെ ജീവനെ തുല്യം സ്നേഹിക്കുന്നു. പിന്നെ ഞാനൊരു പഴഞ്ചനാണെന്ന് അത് മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല. 6 മാസവും കൂടെ കഴിഞ്ഞു നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ സത്യത്തിൽ അന്നേരം എന്നെ താനിക്കട നീ കാണും. ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ഭാര്യയോടൊപ്പം ജീവിക്കാനാണ്, അല്ലാതെ നീ അവിടെയും ഞാൻ ഇവിടെയും നിൽക്കാനല്ല. അവൻ പറയുന്ന കേട്ടപ്പോൾ നീലിമയ്ക്ക് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അനന്തേട്ടാ, അജു വന്നോ? അവന്റെ മൂഡ് മാറ്റാനായി നീലിമ ചോദിച്ചു. ആ, അവൻ വന്ന കാര്യം നിന്നെ അവൻ വിളിച്ചു പറഞ്ഞു കാണുമല്ലോ. പിന്നെ എന്തിനാണ് നീ എന്നോട് ചോദിക്കുന്നത്? അല്ല, എപ്പോഴാ ഇറങ്ങുന്നത്? ഞാൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് നീ കേൾക്കാത്തത് കൊണ്ടല്ലേ ബസ്സിൽ ഒറ്റയ്ക്ക് വരണ്ട വന്നത്. പിന്നെ അഞ്ചുള്ളതാണ് എനിക്കൊരു സമാധാനം. അത് കേട്ടപ്പോൾ നീലിമ ഒന്ന് ചിരിച്ചു. എന്തിനാണ് ചിരിക്കുന്നത്? അനന്തൻ കലിപ്പിൽ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചിരിച്ചതാണ്. നീലിമ ചിരി നിർത്തിക്കൊണ്ട് പറഞ്ഞു. നീ ഇങ്ങ് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അനന്തൻ ഒരു പ്രത്യേക ഇനത്തിൽ പറഞ്ഞു. എടാ മതി മതി, അവള് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അപ്പൊ സംസാരിക്കാം. ഇപ്പോ ഇവിടെ ജോലിയുണ്ട്, ഇങ്ങോട്ട് വാ. ആനന്ദൻ ഫോണിൽ സംസാരിക്കുന്ന കണ്ട് വിഷ്ണു വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ആനന്ദനെ ശ്രദ്ധിക്കുന്നത്. താൻ റൂമിൽ നിന്ന് പുറത്ത് വന്നെന്നുള്ള കാര്യം. നീലിമയോട് ബസ്സിൽ കയറുന്നതിന് മുന്നേ വിളിക്കാൻ പറഞ്ഞിട്ട് ആനന്ദൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ വിഷ്ണുവിനെ എന്തോ ചീത്ത പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് നടന്നു വനന്തൻ. നീലിമ അനന്തൻ ഫോൺ വെച്ചിട്ടും കുറച്ചു നേരം കൂടെ ബാൽക്കണിയിൽ നിന്നും അവൾക്കും എത്രയും വേഗം അവന്റെ അരികിൽ എത്തിയാൽ മതിയായിരുന്നു. ഇനി കുറച്ചു ദിവസം ആനന്ദേട്ടനോടൊപ്പം ആ ഓർമ്മയിൽ നീലിമയുടെ മുഖം പൂനില ഉദിച്ചതുപോലെ തിളങ്ങി. അവളുടെ മനസ്സ് അവന്റെ അടുത്തേക്ക് എത്താൻ തിടുക്കം കൂട്ടി.